വാട്സപ്പ് യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറേ പേര് DM ആയിട്ടും കമൻറ്റിലും ചോദിച്ചൊരു കാര്യമാണ്, ഡോമിനോറിൽ എങ്ങനെയാണ് ബെറ്റർ മൈലേജ് കിട്ടുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഡോമിനോറിൻ്റെ മൈലേജ് ടെസ്റ്റ് 1 വർഷം മുമ്പ് അങ്ങോട്ട് ഈ വീഡിയോയിൽ സെയിം ഡോമിനോറിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് എങ്ങോട്ടോന്ന് വെച്ചാൽ ഏകദേശം 35 km വരെയാണ്. ഞാൻ 120 130 ആ വണ്ടിയിൽ ഒരു റോഡിൽ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും എനിക്ക് ആ മൈലേജ് കിട്ടിയ. സോ ഈ വീഡിയോയിൽ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്കാണ്, ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. സോ ഇത് നിങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കും ഒരു ബെറ്റർ മൈലേജ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ വണ്ടിക്ക് ഹൈ ഒക്ടേൻ ഫ്യൂവലോ ഷെല്ലിൻ്റെ അൺബ്ലെൻഡഡ് പെട്രോൾ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ വണ്ടിക്ക് നോർമലി ഇന്ത്യൻ ഓർ HP പെട്രോൾ പങ്കിൽ നിന്ന് മാത്രമേ പെട്രോൾ അടിക്കാറുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഹൈ ഒക്ടേൻ ഫ്യൂവലോ അൺബ്ലെൻഡഡ് പെട്രോൾ യൂസ് ചെയ്യുന്ന എന്ത് അഡ്വാൻറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യെസ്. സോ അത് ഞാൻ ഇത്തവണ എൻജിൻ ഡിസ്മാൻഡിൽ ചെയ്തപ്പോൾ ഞാൻ ബോർ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ പിസ്റ്റൻ്റെ ഹെഡിൽ കാർബൺ ഡെപ്പോസിഷൻ എൻ്റെ വണ്ടിക്ക് ഇച്ചിരി കൂടുതലായിരുന്നു. ഇത് വേറൊരു വണ്ടി, ഒരു KTM RC, അതിൽ ഹൈ അൺബ്ലെൻഡഡ് പെട്രോളും ഹൈ ഒക്ടേൻ പെട്രോളൊക്കെയാണ് യൂസ് ചെയ്ത് ഓടിക്കൊണ്ടിരുന്നത്. അതിൽ എൻജിനിലുള്ള കാർബൺ അക്കോമഡേഷൻ കുറവായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ നോർമൽ പെട്രോൾ യൂസ് ചെയ്യുന്നതിന് കാര്യമൊന്നുമില്ല. ഒൺസ് ഇൻ എവരി സർവീസ് ഒരു ലിക്കുമോലിയുടെ, ഇപ്പം മോട്ടോ ലിക്കുമോലിയൊക്കെ എൻജിൻ പെട്രോൾ അഡിക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഈ കാർബൺ ഡെപ്പോസിഷനൊക്കെ ഒന്ന് കൺട്രോളിൽ വെച്ചേക്ക് അത് സഹായിക്കും. അതാണ് ഒരു ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂവൽ ഫിൽറ്ററാണ്. അപ്പോൾ ഒൺസ് ഇൻ എവരി 2 സർവീസ് ആ ഫ്യൂവൽ ഫിൽറ്റർ റീപ്ലേസ് ചെയ്തേക്കുക. സെയിം തന്നെയാണ് നമ്മുടെ എയർ ഫിൽറ്ററിന്. ഒൺസ് ഇൻ സ്റ്റോക്ക് ആണെങ്കിൽ ഒൺസ് ഇൻ എവരി 2 സർവീസ് റീപ്ലേസ് ചെയ്തേക്കുക. നിങ്ങൾ BMC ആണ് യൂസ് ചെയ്യുന്നത്, ഒരു 15,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം BMC റെക്കമെൻഡാണ് 25,000 കിലോമീറ്റേഴ്സ് ആണ്. പക്ഷേ അത് ഇന്ത്യൻ റോഡ് കണ്ടീഷനല്ല, ബേസ്ഡ് ഇൻ ഇറ്റലിയാണത്. അപ്പം ആ ഒരു റോഡ് കണ്ടീഷനിൽ 25 ഓക്കെയാണ്. നമ്മുടെ റോഡ് കണ്ടീഷൻ ഫുൾ ഡസ്റ്റിയാണ്. അപ്പം ഈ റോഡ് കണ്ടീഷനിൽ 15,000 to 20,000 കിലോമീറ്റേഴ്സിൽ തന്നെ BMC ക്ലീൻ ചെയ്യേണ്ടി വരും. സോ അതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റ്. പിന്നെ ഫോർത്ത് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ചെയിൻ സ്പ്രോക്കറ്റ് ബെറ്റർ ആയിരിക്കണം. അതായത് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ലൈഫും സ്ലാക്കും ബെറ്റർ ആയിരിക്കണം. അതാണ്. അപ്പം സ്ലാക്ക് എങ്ങനെയാണ് നോക്കേണ്ടത്? സ്ലാക്ക് എപ്പോഴും ഒരാൾ ബൈക്ക് ഇരുന്നിട്ട് വേണം സ്ലാക്ക് നോക്കാൻ. ബൈക്ക് ഇരുന്നിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്ത് നോക്കണം, അപ്പം സ്ലാക്ക് വേണം. കാരണം നമ്മൾ ബൈക്കിൽ ഇരിക്കുമ്പം നമ്മൾ അഗൈൻ പിസ്റ്റൺ ഷേക്ക് അപ്സർ ഒന്നുകൂടെ കംപ്രസ് ആവും. അപ്പം സ്ലാക്ക് വീണ്ടും ടൈറ്റ് ആവും. അങ്ങനെ ഓവർ ടൈറ്റിൽ ഓടാൻ പാടില്ല. പ്രോപ്പർ സ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. പില്ലിയൻ ഉണ്ടെങ്കിൽ പില്ലിയനെയും കൂടെ ഇരുത്തി നോക്കണം. കാരണം ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് കുറച്ചുകൂടെ പിസ്റ്റൺ അടിപൊളി കംപ്രഷനാണ്, കാരണം സെറ്റിലിങ്ങിൻ്റെ ആണ്. അപ്പം അതുപോലെ ഞാൻ എപ്പോഴും പ്രോപ്പറായിട്ട് പില്ലിയനും റൈഡർ ഉണ്ടെങ്കിൽ അതുപോലെ ഞാൻ ഇരുത്തി ചെയ്യാറാണ് പതിവ്. പിന്നെ പറയാനുള്ളത് പ്രോപ്പർ ടയർ പ്രഷർ ആൻഡ് ബെറ്റർ ടയേഴ്സ്. ടയർ പ്രഷർ പ്രോപ്പർ ആയിരിക്കണം. ഞാൻ ടാംബ്ലർ XR യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ 29 35 ആണ് എൻ്റെ ടയർ പ്രഷർ വയ്ക്കുന്നത്. സോ പ്രോപ്പർ ടയർ പ്രഷർ ആൻഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. സ്പാർക്ക് പ്ലഗിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്റ്റോക്ക് സ്പാർക്ക് പ്ലഗാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺസ് ഇൻ ഒരു 10,000 to 15,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ 3 സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യണം. ഇല്ല നിങ്ങൾ ഇപ്പോൾ ഇരീഡിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിൽ 3 ഇരീഡിയം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 3 ഇരീഡിയം ഇടാണ്ട് ആവശ്യമില്ല. അതായത് സെൻട്രൽ സ്പാർക്ക് പ്ലഗ് മാത്രം ഇരീഡിയം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി 2 സ്റ്റോക്കായിട്ട് തന്നെ വിടുക. പിന്നെ 3 സ്പാർക്ക് പ്ലഗുകൾ ഈ വണ്ടിക്ക് ഇരീഡിയത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇല്ല. എൻ്റെ ഒരു ഇതിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഇരീഡിയം വിട്ടിട്ട്. സോ മേ ബി നിങ്ങളൊരു സിംഗിൾ സ്പാർക്ക് പ്ലഗ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ഉള്ള ഡോമിനർ ആണെങ്കിൽ ഇരീഡിയം സ്പാർക്ക് പ്ലഗ് മേക്ക് സെൻസ്. 3 ഇരീഡിയം ഇടുന്നത്, 2,600 രൂപ ചിലവാക്കി 3ലും ഇരീഡിയം ഇടുന്നതിൽ വലിയ അഡ്വാൻറ്റേജ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഫോർ ബെറ്റർ മൈലേജ്. അപ്പം ഇതുപോലെ പുതിയൊരു കണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതിലൊരു വീഡിയോ ചെയ്യും. സോ സീ യു ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.